എല്ലാവർക്കും ഫുഡ് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൂവേരിപ്പുഴയുടെ തീരത്താണ്. അപ്പം കൂവേരിപ്പുഴ കാണാത്തവർക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൂവേരിപ്പുഴ ഏകദേശം കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഏറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് ആ കാണുന്ന പാറക്കെട്ടുകളെയൊക്കെ ഏകദേശം ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം അത് മുങ്ങിപ്പോവും. അപ്പം വെള്ളം കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം ഇന്ന് നമ്മളൊരു കുക്കിംഗ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം കുക്കിംഗ് തന്നെയാണ് ഇന്നത്തെയും വിഷയം. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ പോലത്തെ ബജ്ജി കഴിക്കാറുണ്ടാവും. ബജ്ജി മീൻസ് അതായത് മുളക് ബജ്ജി, അതുപോലെ തന്നെ കായ് ബജ്ജി, അതുപോലെ തന്നെ കിഴങ്ങ് ബജ്ജി പോലത്തുള്ള ഇഷ്ടംപോലെ ബജ്ജികൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാകുമ്പോൾ മുട്ട ബജ്ജിയാണ്. മുട്ട ബജ്ജിയും കഴിച്ച ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ മുട്ട ബജ്ജിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചിച്ചപ്പോഴാണ് അതിൻ്റെ മഞ്ഞക്കരുവിടുത മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് 2 ടൈപ്പ് സാധനമുണ്ട്. അപ്പോൾ ഒന്ന് പഴം വെച്ച് ഫില്ല് ചെയ്യും, അതേപോലെ തന്നെ ഒന്ന് ചിക്കൻ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ചിക്കൻ വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കിട്ടാത്തതുകൊണ്ടാണ്. ബീഫാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. പക്ഷേ ബീഫ് കിട്ടാനില്ലാത്തതുകൊണ്ട് ചിക്കൻ തന്നെയാണ് വെക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ബീഫ് അവൈലബിൾ ഇല്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനകത്താണ് മുട്ട പുഴുങ്ങുന്നത്. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇത് നമ്മളെ ആമസോൺ അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് പോലത്തെ ഷോപ്പിംഗ് ആപ്പുകളിൽ ലഭ്യമാണ്. ഈ സാധനം ആകെ ഒരു 100-300 രൂപയ്ക്കേ വില വരുന്നുള്ളൂ. ഇത് ഈസി ആയിട്ട് നമുക്ക് സാധാരണ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ മുട്ട ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബോയിലായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സംഭവം കറണ്ടിൽ കുത്തിയതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കുറച്ച് ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ട്, അതാണ് ഞാൻ അത്രപോലെ ഒഴിച്ചത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ട എഗ്ഗ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ ഇതേപോലുള്ള ഒരു ലിഡ് ഉണ്ടാവും, അത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഓണാക്കിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെക്കേണ്ടി വരുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പേ നമുക്കിതാവും. ഇത് ആവുന്ന സമയത്ത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും, അതായത് ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഇത് കുക്കായി എന്നുള്ള സമയത്ത് ഈ ലൈറ്റ് കിടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് കുക്കായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചിക്കൻ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതേപോലെ ചെറിയ നമുക്ക് കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. ഒരു 3-4 പീസ് ക്യൂബായിട്ടുള്ള ചിക്കൻ്റെ മീറ്റും, അതേപോലെ കുറച്ച് സവാളയും കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലി പൗഡറും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഫില്ലാക്കേണ്ടത്. അപ്പം ഓൾറെഡി ചിക്കൻ ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ അതിനുശേഷം നമ്മളെ ചിക്കൻ ഫില്ലിങ് റെഡിയായി. അതിനുശേഷം നമുക്ക് ബനാന ഫില്ലിങ് കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഫില്ലിങ്ങായ നമ്മളെ ബനാന ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ കുറച്ച് തേങ്ങ ചിരവ് ചെയ്ത്, പിന്നെ കുറച്ച് നമ്മുടെ പശു നെയ്യ്, അതിപ്പോൾ നിങ്ങളുടെ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത്, പിന്നെ കുറച്ച് പഞ്ചസാര, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പഴം ഒന്ന് വഴണ്ടി വന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഇട്ടെടുത്തു. അപ്പോൾ ആ തേങ്ങ ആദ്യം കയറി ഇടരുത്, ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ പഴം വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടും കൂടി കരിഞ്ഞ് നാശകോശമായി പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കാരണം നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മുട്ട എടുത്തിന്. അപ്പോൾ 6 മുട്ടയ്ക്ക് ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ നമ്മളിപ്പം കടലപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പം 3/4 കപ്പ് കടലപ്പൊടി ആദ്യം, ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി വേണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ കുറച്ച് കായം പൊടിച്ചതാണിത്. പൊടിയുള്ളവർക്ക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ വേണ്ടൂ നമുക്ക്. ഇതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സാധനം വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഇത് ആയിട്ട് കിട്ടുള്ളൂ. നന്നായി ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തിരിയല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് മുട്ടേൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫില്ലിങ്, അതായത് ചിക്കൻ്റെയും അതേപോലെ തന്നെ പഴത്തിൻ്റെയും ഫില്ലിങ് റെഡിയാക്കി ഇതിൻ്റെ അകത്തിട്ട് എണ്ണയിലിട്ട് പൊരിക്കണം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് എല്ലാം ചെയ്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫില്ലിങ് ബാക്കി വന്നതാണിത്. അത് നമ്മളിങ്ങനെ ഏകദേശം ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ സാധനത്തിൻ്റെ കൂടെ എണ്ണയിൽ മുക്കി പൊരിക്കും, മറ്റേ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിക്കും. അപ്പോൾ അത് വേറെ തന്നെ ഒരു സാധനമാണ്, ഇതിൻ്റെ കൂടെ പെടുന്നില്ല. എന്നാലും അത് നമ്മൾ ഈ സാധനം ബാലൻസ് വന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇത് അതിനകത്ത് മുക്കി എണ്ണയിലിട്ട് മുക്കി പൊരിക്കാം. അപ്പോൾ നമ്മളെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഴത്തിൻ്റെ സെറ്റ് മൊത്തമായിട്ട് അങ്ങ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ സെറ്റിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കവർ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ എടുക്കുക. ടിപ്പ് ചെയ്യുമ്പം കൈ കൊള്ളാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചിക്കൻ്റെ സെറ്റാണ്. നമ്മൾ നേരത്തെ പഴത്തിൻ്റെ സെറ്റ് കഴിഞ്ഞു, ഇനി ചിക്കൻ്റെ സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇതുപോലെ നല്ലപോലെ കവർ ചെയ്ത് എടുത്ത് നേരെ വന്നിട്ട് ഇതാ. അപ്പോൾ നമ്മളെ സംഭവം രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടേ. അതായത് നമ്മളെ ചിക്കനാണ്, ചിക്കൻ ബോണ്ടിയാണ്. അപ്പോൾ അതെടുക്കട്ടെ, നോക്കാം. ഓ, ഇതും ചിക്കനാണ്. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും നമ്മുടെ പഴം നിറച്ചത്. ഇതാണ് നമ്മുടെ പഴം നിറച്ച ഇത് ബജി. അപ്പം അങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക്. കൊള്ളാം, നല്ല അടിപൊളി സാധനമാണ്. ചിക്കൻ ബോണ്ടേനെ കൂടി ടേസ്റ്റ് നോക്കാം. നല്ല ഉഷാർ സാധനമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിക്കനോ ബീഫോ അതുപോലെ മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം വീഡിയോന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.